ഹലോ. ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞില്ല. ഇത് ഈസി സിനി ടോക്ക് എന്ന് പറയുന്ന ചാനലാണ്. സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്യുക. ഞാൻ കണ്ടിട്ട് എൻ്റെ ഓവർ റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പൗരോ തോമസ് അഭിനയിച്ചിരിക്കുന്ന നടികർ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ലാൽ ജെ ആറാണ് ഡയറക്ഷൻ. സൗബിൻ ഷാഹിർ, ഭാവന, എല്ലാവരും ഉള്ളതാണ്. ഭാവനയിലൊക്കെ റീ എൻട്രി പോലെയൊക്കെയാണ് പടം വന്നിരിക്കുന്നത് തോന്നുന്നു. ചൂട് പുല്ല് സോറി ചൂട്. അപ്പം നമുക്ക് പടം ഒന്ന് കണ്ടു കളയാം അല്ലേ? എങ്ങനെയുണ്ടെന്ന് നോക്കാം. Propeller. Sound. Roll camera. Shot. Requesting all passengers to kindly remain seated and fasten their seatbelts. Action. ഇതൊക്കെ ആയിരിക്കില്ലേ എല്ലാവരും സിനിമ ആരാധകന്റെ പക്ഷെ സർക്കാർ മനസ്സിൽ. ഈ തൊപ്പിയും കാക്കിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. മുഹമ്മദ് ഷാക്കിർ ഇസ് ഇൻ ഫ്ലേവർ, ഹൈലി ഇൻ ഫ്ലേവർ. സിനിമയുടെ താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമ്പുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെയുള്ള സംസാരം. ദൗർഭാഗ്യവശാൽ എന്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരന്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ട്. അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നില്ല. ഇൻസെൻസിറ്റീവ് സെൽഫ് ഓക്യുപൈഡ് പ്രിക്. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ടല്ലോ, അത് സത്യം. ആസ് ആൻ ആക്ടർ ഞാൻ എങ്ങനെയുണ്ട്? മെഡിക്കൽ റെപ്പോ ഫീൽ എവിടെ? ഫീൽ ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ നാട്ടിൽ ചെന്നിട്ട് മാസ്റ്റർ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലാണ്ട് ആക്ടിംഗ് ഒക്കെ ആയിട്ട് പഠിക്കണോ? മാസ്റ്റർ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഡേവിഡ് പണിക്കൽ. എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും. അത് ചെയ്തത് ഞാൻ തന്നെ അല്ലേ? അല്ലേ? ആദ്യത്തെ 3 സൂപ്പർ ആയിരുന്നു. താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണി പാളി. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്ക്വാസ്കി, ആശാമര തട്ടകം, അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. താൻ ഈ അടുത്തൊന്നും ചെയ്തതിൽ അവസാനമായിട്ട് അയ്യേ എന്താണ് എന്തോ സിംഹാസനം. ഗരുഡ സിംഹാസനം. എന്റെ അമ്മോ, അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. നടികർ പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വിരലുകൊണ്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ? അങ്ങനെ സ്കോപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇത് ഈ സീനിലല്ല, സ്കോപ്പ് വന്നിട്ടൊന്ന് പറഞ്ഞു. സീരിയസ് ആയിട്ടൊരു കാര്യം മെയ് 3 ഈ സീനിലല്ലടാ. ഈ സീനിലല്ലടാ. വരട്ടെ 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 വരട്ടെ. ട്രെയിലർ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. അപ്പം ട്രെയിലർ കണ്ടിട്ട് ഒരു രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ നടനാകുന്നു, സൂപ്പർ ഹിറ്റ് അടിക്കുന്നു, താരമാകുന്നു, പൊളിയുന്നു, തിരിച്ച് നടനിലേക്ക് വരുന്നു ഒക്കെ ആയിരിക്കും. കുറച്ച് ഇമോഷണലൊക്കെ കുത്തിക്കയറ്റി കളർ പടമാകാനാണ് സാധ്യത. തല്ലുമലൊക്കെ പോലെ ഒരു കളർ പടമായിരിക്കും. പിന്നെ ലാൽ ജൂനിയർ പരിപാടിയൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി അടിപൊളിയാക്കി ചെയ്യും തോന്നുന്നു. ഏതായാലും 3-ാം തീയതി ഫൈനൽ റിസൾട്ട് അറിയാം എങ്ങനെയുണ്ട് പടം എന്ന്. അല്ലേ? ചൂട് കേട്ടാ ഭയങ്കര ചൂട്. വേർക്കണയാണ് വാക്കാണ് വിടുന്നത്. BGM ഒക്കെ നൈസ് ആയിട്ടുണ്ട് പടത്തിന്റെ. പിന്നെ ഓവറോൾ രസമുണ്ടല്ലേ? കളറുണ്ട്. പിന്നെ പുള്ളിയുടെ പടത്തിലൊക്കെ എല്ലാം നായകന്മാരൊക്കെ ഇപ്പം ന്യൂജൻ നായകന്മാരാണെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഒരു പടമാണെങ്കിൽ എല്ലാവരും സ്റ്റൈൽ അടിപൊളിയൊക്കെ ആയിരിക്കും. ഇതിനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പുള്ളി പിടിച്ചിട്ടുണ്ട്. രസമുണ്ട്. അപ്പം 3-ാം തീയതി കാണാം. താങ്ക് യു.